നസ്രാണി കുരിശ്, സുറിയാനി കുരിശ്, മാർത്തോമാ സ്ലീവ അതായത് സെന്റ് തോമസ് കുരിശ്, മാർ സ്ലീവ എന്നിങ്ങനെയെല്ലാം ഈ കുരിശ് അറിയപ്പെടുന്നു. ഈ മാർ സ്ലീവ കുരിശിന് നിരവധി വ്യാഖ്യാനങ്ങളുണ്ട്. കുരിശ്, യേശുവിന്റെ രൂപമില്ലാത്ത ഈ കുരിശ് മരണത്തെ അതിജീവിച്ച് സ്വർഗത്തിലേക്ക് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു. പ്രാവ്, മുകളിൽ നിന്നും താഴേക്ക് പറന്നിറങ്ങി വരുന്ന പ്രാവ്, പരിശുദ്ധ നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ ഇറങ്ങി വരുന്നതിനെ സൂചിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. ഈ വചനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് മുകളിൽ നിന്നും താഴേക്ക് പറന്നിറങ്ങുന്ന ഈ പ്രാവിന്റെ രൂപം. മുകുളങ്ങൾ, കുരിശിന്റെ 4 വശങ്ങളിലേക്കും വിരിഞ്ഞു നിൽക്കുന്ന ഈ മുകുളങ്ങളുടെ പ്രതീകാത്മകത യേശുക്രിസ്തുവിന്റെ ത്യാഗവും പുനരുദ്ധാനവും വഴി നമുക്ക് അവകാശപ്പെട്ട പുതിയ ജീവിതത്തിന്റെ പ്രതീകമാണിത്. കുരിശിന്റെ കൈയുടെ അറ്റങ്ങളിലെ 4 മുകുളങ്ങൾ 4 സുവിശേഷകരെയും ഓർമ്മപ്പെടുത്തുന്നു. മെനോറ എന്നാൽ എബ്രായ ഭാഷയിൽ വിളക്ക് എന്നാണ് അർത്ഥം. ഈ വിളക്കിന് 7 മെഴുകുതിരി ശാഖകളാണ് കണ്ടുവന്നിരുന്നത്. മധ്യഭാഗത്തുള്ള മെഴുകുതിരി ശാഖയും അതിലെ തിരിയുമാണ് പ്രധാനപ്പെട്ടത്. ഈ തിരിയിൽ നിന്നുമാണ് ബാക്കി ഇരുവശങ്ങളിലുമുള്ള തിരികൾ തെളിയിച്ചിരുന്നത്. യേശയ്യാ 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ജസയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവന്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. മറ്റൊരു വ്യാഖ്യാനത്തിൽ വലത്തോട്ടും ഇടത്തോട്ടും 2 ഗണം ഇലകൾ കാണാൻ സാധിക്കും. ഇത് പറുദീസയെ സൂചിപ്പിക്കുന്നു. ഈ പറുദീസയുടെ നടുവിലാണ് ജീവന്റെ വൃക്ഷമായ കുരിശ് സ്ഥിതി ചെയ്യുന്നത്. താമരയായും ഈ ഭാഗത്തെ ചിത്രീകരിക്കാറുണ്ട്. വിശുദ്ധിയുടെയും ശുദ്ധതയുടെയും ദൈവിക ജനനത്തിന്റെയും കിഴക്കൻ പ്രതീകമാണിത്. പടികൾ, 3 പടികൾ നമുക്ക് കാണാം. കാൽവരിയെയും കുരിശിൽ നിന്നും ഒഴുകുന്ന കൃപയുടെ ചാലകമായ പള്ളിയെയും ചൂണ്ടിക്കാണിക്കുന്നു. 1 കൊറിന്തോസ് 13-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിക്കുന്ന വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയുടെ അടിസ്ഥാനം കൂടിയാണ് ഈ 3 പടികൾ.